ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ സോയാബീനും പൊട്ടറ്റോയും കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് സോയാബീൻ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പാത്രം വെച്ച് കൊടുത്തിട്ട് പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ദേ ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് അല്പനേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമ്മൾ അടപ്പ് തുറന്ന് നോക്കി. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പം നമുക്കിത് അല്പസമയം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് ഉരുളക്കിഴങ്ങ് വെന്തോ എന്ന് നോക്കാം. ഒരു പകുതി വേവായി കിട്ടിയാൽ മതി. അപ്പോൾ അതേ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി വേവാനായിട്ട് നമുക്ക് അല്പനേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഇതേ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതേ അല്പസമയത്തിനകം നമ്മുടെ കറി കറക്റ്റ്
ഗ്രേവിയൊക്കെ കറക്റ്റ് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും